നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തിരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വലിയ രീതിയിലുള്ള വിമർശനം തിരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് ഈ രണ്ട് നേതാക്കൾക്കെതിരെ ഉയർന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുത്തതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ജില്ലാ നേതൃയോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ദില്ല ക്രിസ്റ്റീന. ഇന്ന് CPIMന്റെ നിർണായകമായ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുകയാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഈ യോഗത്തിന്റെ അജണ്ട. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രകടനം വിശദമായി തന്നെ വിലയിരുത്തും. കേരളത്തെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കുക. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് കേരളം. കേരളത്തിൽ ഇത്തവണ ഒരു തുടർ ഭരണം ലഭിക്കുമെന്നായിരുന്നു സംസ്ഥാന ഘടകം തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. എന്നാൽ കേരളത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കനത്ത തിരിച്ചടികളിൽ ഒന്നാണ് ഇത്തവണ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ തോൽവിയുടെ കാരണങ്ങൾ അടക്കമുള്ളവ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലും ഒപ്പം തന്നെ ജില്ലാ നേതൃയോഗങ്ങളിലെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച് പരാജയം ഏറ്റുവാങ്ങിയ പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുപ്പിനെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ നേതാക്കളുടെ ശൈലി അടക്കമുള്ളവയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. സമാനമായ വിമർശനങ്ങൾ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അത്തരം സൂചന തന്നെയാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് ഉള്ള നേതാക്കളോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അടക്കം ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നുള്ളതും നിർണായകമാണ്. ഇതിൽ എന്തെല്ലാം വിമർശനങ്ങൾ ഉയരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതേസമയം ഈ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സംസ്ഥാന ഘടകം ഒരു റിപ്പോർട്ട് വെച്ചിരുന്നു. അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകോപിപ്പിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായത് എന്നും ഒപ്പം തന്നെ വിമതർ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഉണ്ടായത്. ആസൂത്രിതമായ നീക്കമാണ് വിമതർ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചിരുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക. വരുന്ന 3 ദിവസവും നടക്കുന്ന ചർച്ചകൾ പാർട്ടിയുടെ വിലയിരുത്തൽ ഒപ്പം തന്നെ തിരുത്തൽ നടപടികൾ എന്നിവ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.